TP വധക്കേസിൽ 3 പ്രതികൾക്ക് പുറമെ ട്രൗസർ മനോജ് എന്ന പ്രതിക്കും ശിക്ഷാ ഇളവ് നൽകാൻ ശ്രമമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ഇളവ് അനുവദിക്കുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് പോലീസ് വിളിച്ചന്വേഷിച്ചെന്ന് KK രമയും വ്യക്തമാക്കി. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഉപജാപക സംഘത്തിന്റെ ഇടപെടൽ സംശയിക്കുന്നുവെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ഇന്നും നിയമസഭയിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. സ്പീക്കറും സർക്കാരും നിഷേധിക്കുമ്പോഴും ശിക്ഷാ ഇളവിന് ഇന്നലെ രാത്രിയും നീക്കങ്ങൾ നടന്നതായി പ്രതിപക്ഷ നേതാവ്. 21/6 വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് KK രമയുടെ മൊഴിയെടുത്തത് ചൊക്ലി പോലീസ് KK മുഹമ്മദ് ഷാഫി ചൊക്ലി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ പ്രതിയാണ്. 22/6 പാലൂർ പോലീസ് നേരിട്ട് MLA ഓഫീസിൽ നേരിട്ടെത്തി KK രമയുടെ മൊഴിയെടുത്തു. എന്നിട്ട് ഇന്നലെ സന്ധ്യയിൽ ട്രൗസർ മനോജൻ എന്ന പ്രതിയുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തി കൊളവല്ലൂർ പോലീസ് ഇന്നലെ സന്ധ്യയ്ക്ക് KK രമയുടെ മൊഴിയെടുക്കുക. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം സജീവമായി തുടരുന്നതായി KK രമയും ആരോപിച്ചു. പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ നിങ്ങളെ മൊഴിയെടുക്കാനാണെന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്ത് മൊഴി എടുത്തല്ലോ? അപ്പോൾ അല്ല, അതിനകത്തൊരു പ്രതി കൂടിയുണ്ട്, മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ്. അപ്പോൾ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയിലില്ല. 3 പേരെയാണ് ഉദ്ദേശിച്ചത്. സർക്കാർ ആലോചിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ്. വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയും ഉപജാപക സംഘത്തിന്റെ നീക്കവുമാണ് മന്ത്രി സംശയിക്കുന്നത്. സർക്കാർ ആലോചിക്കുകയേ ചെയ്യാത്തൊരു കാര്യം സർക്കാർ ചെയ്യാൻ പോകുന്നു എന്ന് ആദ്യം പുറത്ത് പ്രചരിപ്പിക്കുക, അതിൽ അപ്പോൾ തന്നെ വ്യക്തത വരുത്തിയാലും വീണ്ടും അത് നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുക. തെറ്റായ കാര്യങ്ങൾ ആവർത്തിച്ച് സഭയ്ക്കകത്തും പുറത്തും പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പുകമറയുണ്ടാക്കാൻ ശ്രമിക്കുക. വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയും സ്പീക്കറും സഭയിൽ നിന്ന് വിട്ടുനിന്നതും ശ്രദ്ധേയമായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.